പത്തനംതിട്ട സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനിയുടെ ബെഡ്റൂമൊക്കെ ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരാൾ. ആ സമയത്താണ് ആദർശ് അങ്ങോട്ടേക്ക് ഡോർ തുറന്ന് വരുന്നത്. എന്നിട്ട് നയനെ അവിടെ നിന്ന് കാണുന്നില്ല. അല്ല, ഇവളെവിടെ പോയി? എൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ട്. അങ്ങനെ ആദർശ് വന്നിട്ട് ആ ഉള്ളിൽ നിൽക്കുന്ന ആളുടെ ചോദിക്കുന്നുണ്ട് നയന എവിടെ പോയി എന്നുള്ള കാര്യം. അദ്ദേഹം പറയുന്നത് എൻ്റെ അടുത്ത് റൂം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് അവരിവിടുന്ന് പോയി എന്നാണ്. ശരിയെന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ സ്റ്റെയർ കേസ് ഇറങ്ങി താഴെ വന്ന് നോക്കുമ്പോൾ നയന അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതേസമയം ഇവർ തമ്മിൽ സംസാരിക്കാൻ വേണ്ടി പോകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനാമിക അങ്ങോട്ടേക്ക് വരുമ്പോൾ മറഞ്ഞു നിൽക്കുകയാണേ. അല്ല നയനെ, നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? നീ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പോവാ എന്ന് പറഞ്ഞിട്ട് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്ന് പറയണം കേട്ടോ നയന. എൻ്റെ രാശി എന്തോ ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ കാരണം കല്യാണത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് ഞാൻ മാറി നിൽക്കുന്നത് നല്ലതെന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുകയാണേ. ഇതൊക്കെ നിൻ്റെ അടുത്ത് ആരാ പറഞ്ഞതെന്ന് ആദർശ് ചോദിക്കുമ്പോൾ ചേച്ചി ആരും പറഞ്ഞില്ല, എനിക്ക് സ്വയം തോന്നിയതാണ്. ഞാനിതെല്ലാം ചെയ്തിട്ട് നാളെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതും ഞാൻ കാരണമാവുമല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടായി. അതുകൊണ്ട് ആദർശേട്ടൻ തന്നെ മുന്നിൽ നിന്ന് എല്ലാ ഏർപ്പാടുകളും ചെയ്യണം. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അനാമിക കയറി വരികയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് നല്ല കാര്യമാണ് ഏട്ടത്തി. കേട്ടോ ആദർശേട്ടാ, ഞങ്ങളുടെ കല്യാണത്തിന് എല്ലാത്തിനും മുമ്പിൽ നിന്ന ആളാണ് ഇപ്പം കണ്ടില്ലേ എല്ലാത്തിനും വലിഞ്ഞ് പുറകിലേക്ക് പോകുന്നത്. ഏട്ടത്തി ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് മാത്രമല്ല അനിക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് അറിയില്ലേ? എന്തായാലും നയനടുത്തി ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഏട്ടത്തിയുടെ ഇഷ്ടം. ഇനിയെങ്കിലും ഏട്ടത്തി എല്ലാത്തിനും മാറി നിൽക്കരുത്. അത് എനിക്കായാലും അനിക്കായാലും ഭയങ്കരമായിട്ട് മനസ്സിന് വിഷമം തോന്നും എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക അവിടുന്ന് പോവാണ് കേട്ടോ ചെയ്യുന്നത്. ഇവർ ഈ സംസാരം അനിയും മാറി നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് അനാമിക കുറച്ച് അങ്ങോട്ട് മാറി നിന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും അനിയുടെ അമ്മ കൊടുത്ത ഡോസ് നന്നായിട്ട് ഏറ്റിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്ക് ശരിക്കും സന്തോഷമായത്. ഞാൻ വിചാരിച്ചു നീ ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റിന് അലങ്കാരം ചെയ്യും എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇപ്പോൾ നീയായിട്ട് തന്നെ എല്ലാത്തിനും മാറി നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. അത് കഴിഞ്ഞിട്ട് നയന കിച്ചണിൽ ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, പച്ചക്കറി. ആ സമയത്താണ് നയനയുടെ മനസ്സിലേക്ക് ജാനകി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഇങ്ങനെ ഓർമ്മ വരുന്നതേ. ഇന്ന് എൻ്റെ മോൻ്റെ ജീവിതം തുടങ്ങുന്ന ദിവസമാണ്. നീ വെറുതെ പോയിട്ട് അലങ്കാരം ചെയ്തിട്ട് കോളമാക്കരുത് എന്നും അവരുടെ കാര്യങ്ങളിൽ നിന്ന് തലയിടാതെ മാറി നിൽക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണേ. അപ്പോഴാണ് അതുവഴി അനി പോകുന്നത്. അനി കാണുന്നുണ്ട് കേട്ടോ നയന കരയുന്നത്. എന്നിട്ട് ഏട്ടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അരികിലേക്ക് ചെല്ലുകയാണ്. അപ്പോഴേക്കും നയന കണ്ണൊക്കെ തുടയ്ക്കുന്നുണ്ട്. എന്താ ഏട്ടത്തി പറ്റിയത്? എന്തിനാ ഏട്ടത്തി കരയുന്നെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ. ഞാൻ കരയാണെന്നോ? ഞാൻ ഉള്ളി മുറിച്ചത് കൊണ്ട് കണ്ണിന്ന് വെള്ളം വന്നതെന്ന് പറയുകയാണേ. പക്ഷേ നയന ഉള്ളിയല്ല കേട്ടോ മുറിക്കുന്നത്, തക്കാളിയാണ്. അങ്ങനെ അനി അത് കാണുന്നുണ്ടേ. എന്നിട്ട് നയനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അല്ല ഏട്ടത്തി, തക്കാളിക്ക് എപ്പോഴാണ് ഉള്ളി എന്നുള്ള പേരിട്ടത്? അത് മുറിക്കുന്ന സമയത്ത് കണ്ണിന്ന് വെള്ളം വരുമെന്ന് ചോദിക്കണേ. അപ്പോഴേക്കും നയനയ്ക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ കരഞ്ഞുകൊണ്ട് അങ്ങ് പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഏട്ടത്തി എന്ന് പറഞ്ഞ് വിളിച്ച് നിർത്തുകയാണേ. ഏട്ടത്തിയുടെ അടുത്ത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഒന്ന് എനിക്കറിയാം ഏട്ടത്തി, ഞാനും അനാമികയും ഒരുമിച്ച് ജീവിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് ഏട്ടത്തിയാണ്. 1000 ആൾക്കാർ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നും എനിക്കൊരു വിഷയമേ അല്ല. ഏട്ടത്തിയോടുള്ള എൻ്റെ വിശ്വാസം അത് എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാകും. ഏട്ടത്തി എനിക്ക് ശരിക്കും അമ്മയെ പോലെയാണ്. സത്യമായിട്ടും ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. ദയവ് ചെയ്തിട്ട് ഏട്ടത്തി ഞങ്ങളുടെ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കരുത്. അങ്ങനെ ഏട്ടത്തി മാറി നിന്ന് കഴിഞ്ഞാൽ അതെൻ്റെ മനസ്സിന് എന്നേക്കൊരു വിഷമമായിട്ട് മാറും. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനി എൻ്റെ ജീവിതം സന്തോഷത്തോടു കൂടി ആരംഭിക്കണോ അതോ ദുഃഖത്തോടു കൂടിയിട്ട് ആരംഭിക്കണോ എന്നുള്ള കാര്യം ഏട്ടത്തി തന്നെ തീരുമാനിക്കൂ എന്ന് പറഞ്ഞിട്ട് അനി അവിടുന്ന് പോവാണേ. തുടർന്ന് നമ്മുടെ ആദർശാണെന്നുണ്ടെങ്കിൽ നയന എന്തായിരിക്കും ഇങ്ങനെയൊക്കെ നടക്കുന്നത്? അവളുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലും അവൾ ഒന്നിനും മറുപടി പറയില്ല. എന്നാൽ അവൾ നടക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട് എന്ന്. കല്യാണം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. തുടർന്ന് ആദർശിൻ്റെ അരികിലേക്ക് നയന വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നയന ചോദിക്കുന്നത് ആദർശേട്ടൻ എന്താ ഇങ്ങനെ തണുപ്പ് പോലെ ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ എന്താന്നുള്ള കാര്യം ചോദിക്കുകയാണ് ആദർശ്. എന്തോരം പണിയുണ്ട് മുകളിൽ. അനിയുടെ റൂം ഡെക്കറേഷൻ ചെയ്യാനില്ലേ? നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ട് പണിയെടുത്താൽ മാത്രമല്ലേ പെട്ടെന്ന് തീരുള്ളൂ. ഇതിപ്പോൾ ആദർശേട്ടൻ തനിയെ നിന്നിട്ട് ഇങ്ങനെ വെറുതെ നിന്ന് കഴിഞ്ഞാൽ എന്താ അതിനർത്ഥം? അല്ല, നീ എന്താ ഇപ്പം ഇങ്ങനെ പറയുന്നത്? ഞാനെന്താ മനഃപൂർവ്വം വേണ്ടാന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കുന്നത് പോലെ? അല്ല, നീയല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അല്ല, എപ്പോഴും നിങ്ങളെന്തിനാ എല്ലാത്തിനും നീയാണെന്നുള്ള കാര്യം പറയുന്നത്?
ഞാൻ മിണ്ടാതിരുന്നെന്ന് കരുതിയിട്ട് നിങ്ങൾ അങ്ങനെ തന്നെ അങ്ങ് വിടുവോ? നിങ്ങളുടെ അനിയനല്ലേ? ഹലോ, നീ എന്താ നേരത്തെ ഏതുപോലെ സംസാരിച്ചു, ഇപ്പൊ എന്തോ എല്ലാത്തിനും കാരണം ഞാനാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു? അല്ല, ആദർശേട്ടനാണല്ലോ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മൂഡിനനുസരിച്ചിട്ട് മാറ്റി മാറ്റി സംസാരിക്കുന്നത്. ഞാനപ്പോ നിങ്ങൾ ചോദ്യം ചെയ്യാൻ വരാറുണ്ടോ? എന്തായാലും ഞാനിപ്പോ റൂം റെഡിയാക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ? ഞാനെന്തിനാ വരുന്നത്? നീ ഇല്ലേ? നീ വലിയ ഡിസൈനർ അല്ലേ? പിന്നെന്താ? ഇത് കേൾക്കുമ്പോൾ നയനങ്ങ് രണ്ട് കവിളും പിടിച്ചങ്ങ് വേദനയാക്കുകയാണ് കേട്ടോ ആദർശിന്റെ. വിട് വിട് എന്നുള്ള കാര്യം പറയുകയാണെ. എന്താ നീ വേദനയാക്കുകയാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ വലിയ ആളെ പോലെ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. ഒരു കാര്യം ചെയ്യ്, എനിക്ക് അസിസ്റ്റന്റ് ആയിട്ട് വന്നിട്ട് ജോലിയെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞ് ആദർശിനെ വിളിക്കുകയാണ്. നയന മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. നയന കയറി പോയതിൻ്റെ ശേഷം ആദർശ് ചിന്തിക്കുന്നത്, ഇവളെന്താ പെട്ടെന്ന് മാറി മാറി സംസാരിക്കുന്നത്, എന്താ സംഭവിക്കുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ നയന താഴേക്ക് വന്നിട്ട് ഇനിയും വരാനായില്ലേ? അയ്യോ ഇതാ വരുന്നു എന്ന് പറയാണ് കേട്ടോ ആദർശ്. ഇത് കേൾക്കുമ്പോൾ നയന ചിരിച്ചും കൊണ്ട് മുകളിലേക്ക് കയറി പോവാണ്. അതിന്റെ പുറകെ തന്നെ ആദർശം ചെല്ലുന്നുണ്ട്. തുടർന്ന് നമ്മുടെ നവ്യ റൂമിലിരിക്കുമ്പോൾ നീ എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചും കൊണ്ട് ചെലച്ച് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഒന്നുമില്ല അമ്മേ, ഇന്ന് അബി ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തോട്ട് പോയി. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കിടക്കണ്ടേ? ആ സമയത്ത് എന്തെങ്കിലും കാല് കൊളുത്തി പിടിക്കുക, വയറ് കൊളുത്തി പിടിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആരെ വിളിക്കും? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളെയല്ലേ കുറ്റം പറയുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊരു ദിവസം എൻ്റെ കൂടെ ഉറങ്ങിക്കോ. ഇത് കേൾക്കുമ്പോൾ ജലച്ച പറയുന്നുണ്ട്, എനിക്ക് സ്ഥലം മാറി കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരില്ല എന്നുള്ള കാര്യം. ഓക്കെ ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുത്തശ്ശിക്ക് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുമ്പോഴേക്കും അയ്യോ വേണ്ട വേണ്ട, ഇപ്പം നിനക്ക് എന്താ വേണ്ടേ? ഞാൻ നിന്റെ കൂടെ കിടന്നുറങ്ങണോ? അത്രയല്ലേ ഉള്ളൂ. എൻ്റെ തലയെഴുത്ത് എന്ന് പറഞ്ഞിട്ട് ബെഡ് കയറി കിടക്കാൻ പോവാണേ. എൻ്റെ സ്റ്റാറ്റസിന് ഇവളുടെ കൂടെയൊക്കെ കിടക്കേണ്ട ഗതികേട് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ബെഡ് കയറി ഇരിക്കുമ്പോൾ അല്ല അമ്മേ, അമ്മേൻ്റെ ബെഡ് കയറി കിടക്കാൻ പോകുന്നത്? ഞാൻ കിടക്കാൻ പറഞ്ഞത് സത്യമൊക്കെ തന്നെയാണ്, പക്ഷേ എന്ന് കരുതിയിട്ട് ബെഡ് കയറി കിടക്കുവാണോ? പോയിട്ട് തറയിൽ ഉറങ്ങാൻ നോക്ക്. എനിക്ക് തറയിലൊന്നും കിടക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഭയങ്കര ബിൽഡപ്പ് ഒന്നും കൊടുക്കല്ലേ. മര്യാദയ്ക്ക് പോയിട്ട് തറയിൽ കിടന്ന് ഉറങ്ങാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് പില്ലോ ഒരൊറ്റ ഏറിയാണേ. അത് നേരെ ചെന്നിട്ട് മുഖത്താണ് കേട്ടോ വീഴുന്നത്. അപ്പം ഇങ്ങനെ ജലച്ച് നോക്കുന്നുണ്ട്. സോറി, തറയിൽ പോയിട്ട് ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് നവ്യ തന്നെ റൂമിൻ്റെ ഡോറൊക്കെ ലോക്ക് ചെയ്യണേ. ആ സമയത്ത് ജലജൻ്റെ ഒരു സ്റ്റൂളെടുത്തിട്ടിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ അമ്മ ഉറങ്ങുന്നില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് തറയിലൊന്നും കിടന്ന് ഉറങ്ങാൻ വേണ്ടി പറ്റില്ല, ഞാനിവിടെ ഇരുന്ന് ഉറങ്ങിക്കോളാം എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് നവ്യം പറയാണ്. അങ്ങനെ ഈ പിശാചിനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നവ്യ ഉറങ്ങുകയാണ്. ഈ പിശാച് ഉറങ്ങി, ഇനി എനിക്ക് പോയിട്ട് കിടന്നുറങ്ങാലോ. അങ്ങനെ പതിയെ അവിടെ നിന്ന് നടന്നു പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും നവ്യ എണീക്കുന്നുണ്ട്. എന്നിട്ട് എന്താ അമ്മയ്ക്ക് ഉറക്കത്തിൽ നടക്കുന്ന സ്വഭാവമുണ്ടോ? അന്ന് ഹാളിൽ കിടന്നുറങ്ങിയപ്പോൾ പറഞ്ഞല്ലോ, അതുപോലെ എന്തെങ്കിലും? അന്ന് ഉറക്കത്തിൽ സംസാരിക്കുന്നതാ, ഇന്ന് ഉറക്കത്തിൽ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടോ ജലജ? അമ്മയ്ക്ക് ദാഹിക്കുന്നുണ്ടാവും അല്ലേ? വെള്ളം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ അയ്യോ വേണ്ട എനിക്ക് ദാഹിക്കുന്നേ ഇല്ല. അങ്ങനെയാണെങ്കിൽ കിടന്ന് ഉറങ്ങാൻ നോക്ക്. അങ്ങനെ വീണ്ടും നവ്യ കിടക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൾക്ക് ഇതെല്ലാം ചേർത്തിട്ട് നല്ലൊരു ആപ്പ് കൊടുക്കണം. അതിന് പറ്റിയ ആള് അനാമികയാണ്. അവളെ മുന്നിൽ നിർത്തിക്കൊണ്ട് വേണം ഇവൾക്കിട്ടിട്ട് നല്ല കണക്കിന് കൊടുക്കാൻ. തുടർന്ന് കാണിക്കുന്നത് റൂമെല്ലാം നല്ലോണം ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. അങ്ങോട്ടേക്ക് മണവാളൻ്റെയും മണവാട്ടിയുടെയും വേഷത്തിൽ അങ്ങനെ ആദർശം നയനയും കൂടി ഒരു മണവാളൻ്റെയും മണവാട്ടിയുടെയും വേഷത്തിൽ ആ റൂമിലേക്ക് കയറി ചെല്ലാണ് കേട്ടോ. ചെന്ന ഉടനെ തന്നെ നയന പാലെടുത്ത് കൊടുക്കുന്നുണ്ട് ആദർശിന്. അപ്പോഴേക്കും ആദർശ കതവ് കടച്ചു പൂട്ടിയിട്ട് പാലാദ്യം നയനയുടെ അടുത്ത് തന്നെ കുടിക്കാൻ വേണ്ടി പറയാണ്. ആ നയന കുടിച്ചതിൻ്റെ ബാക്കി ആദർശം കുടിക്കുന്നുണ്ട്. പാലിൻ്റെ ഗ്ലാസ് അവിടെ വെച്ചതിന് ശേഷം ബെഡിലിരിക്കാൻ വേണ്ടി പറയുന്നുണ്ട് നയനയുടെ അടുത്ത്. ആദർശ് എന്നിട്ട് നയനയുടെ അരികിലേക്ക് ചെല്ലുന്ന സമയത്ത് നയന നീങ്ങി പോവാണ് കേട്ടോ. മേഡം എങ്ങോട്ടാ നീങ്ങി പോകുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നയന ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആദർശ് നയനയുടെ കൈ പിടിക്കുന്നുണ്ട്. തുടർന്ന് ആദർശ് ചോദിക്കുന്നത്, ഞാനൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നീ സത്യം പറയോ? തുടർന്ന് ആദർശ്, എല്ലാ പെൺകുട്ടികളെ പോലെ നിനക്കും ഇല്ലേ ആഗ്രഹങ്ങളൊക്കെ? ഉണ്ട് ആദർശേട്ടാ എന്ന് പറയുമ്പോൾ നിന്റെ മനസ്സിനൊത്ത് ഇണങ്ങിയ ഒരാളാണോ ഞാനെന്ന് ചോദിക്കാൻ കേട്ടോ ആദർശ്. അതെന്താ ആദർശേട്ടാ അങ്ങനെ ചോദിക്കുന്നത്? ഞാനൊരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ആളാണ്. നിങ്ങൾ തലമുറകളായിട്ട് കോടീശ്വരന്മാരാണ്. എന്നാലും നമ്മുടെ കല്യാണത്തിൻ്റെ സമയത്ത് നടന്നതൊക്കെ, എന്നിട്ട് പോലും ആദർശേട്ടൻ എൻ്റെ കുടുംബത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ടല്ലോ. ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. നമ്മൾ ആഗ്രഹിച്ചതുപോലത്തെ ഒരു ജീവിതം എല്ലാവർക്കും കിട്ടണമെന്നില്ല. പക്ഷേ അത് നമ്മുടെ ആരുടെ കൂടെയാണോ ജീവിക്കുന്നത്, അവരിൽ നിന്ന് നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത്, അവർ നമുക്ക് തരുന്ന ആ സ്നേഹമാണ്. അവരിൽ നിന്ന് കിട്ടുന്ന സ്നേഹം മുഴുവനായിട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് മൊത്തത്തിൽ ആഗ്രഹിച്ചതുപോലെ ആവുള്ളൂ. ആ ഒരു വിശ്വാസം എനിക്ക് ആദർശേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് ഉറപ്പുണ്ട്. എനിക്കറിയാം നയനെ, നീ എന്ന് പറയുന്നത് നിന്റെ
ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും വിട്ടുകൊടുക്കാതെയാണ് നടക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിന്റെ വീട്ടിൽ വളർത്തുന്ന നായ്ക്കുട്ടികൾ, നിന്റെ വീട്ടിലുള്ള സാധനങ്ങൾ, നിന്റെ ചെടികൾ, നിന്റെ അച്ഛനും അമ്മ എല്ലാവരെയും നീ പ്രത്യേകം പ്രത്യേകം കെയർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എൻ്റെ ഭാര്യയ്ക്ക് അവൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഞാൻ തരും. അവൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അവളെ സ്നേഹിക്കും. ഇത് ഞാനാണേ സത്യം എന്ന് പറഞ്ഞിട്ട് ആദർശ് നയനയുടെ കവിളിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ. ആദർശേട്ടൻ സത്യം ചെയ്യേണ്ട കാര്യമില്ല, എനിക്കത് അറിയാം. ആ സത്യം ആദർശേട്ടൻ്റെ കണ്ണുകളിൽ തെളിയുന്നുണ്ടെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കണ്ണോട് കണ്ണ് നോക്കി നിൽക്കുന്ന ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിൻ്റെ രംഗം അവസാനിക്കുന്നത്.